പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാക് നിയന്ത്രിത കാശ്മീരിലും പാകിസ്ഥാനിലുമുള്ള ഭീകരതാവളങ്ങളെ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിന്റെ പ്രതിരോധ ശക്തിയെ ലോകം മുഴുവൻ തിരിച്ചറിയാനുള്ള ഇടയാക്കിയ മറ്റൊരു ഓപ്പറേഷൻ. ഈ ഓപ്പറേഷനിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ ഇന്ത്യൻ സൈന്യത്തിന്റെയും വ്യോമസേനയുടെയും മുഖമായി മുന്നിലെത്തി മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച 2 വനിതാ സേനാ നേതാക്കളിലൊരാളാണ് കേണൽ സോഫിയ ഖുറേഷി. ആ ധീരവനിതയെക്കുറിച്ച് കൂടുതൽ അറിയാം. 1981 ഗുജറാത്തിലെ വഡോദരയിലാണ് സോഫിയ ഖുറേഷി ജനിച്ചത്. ഒരു സൈനിക പശ്ചാത്തലമുള്ള കുടുംബം. മുത്തശ്ശൻ ഇന്ത്യൻ സൈന്യത്തിൽ, പിതാവ് സൈന്യത്തിൽ മതപാഠകനായിട്ടായിരുന്നു സേവനം. സോഫിയ ബയോകെമിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പൂർത്തിയാക്കിയ ശേഷം വെറും 17-ആം വയസ്സിൽ ഷോർട്ട് സർവീസ് കമ്മീഷനിലൂടെ ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്നു. 2006 കോങ്കോയിലെ ഐക്യരാഷ്ട്ര സമാധാന മിഷനിൽ സോഫിയ പങ്കെടുത്തു. അവിടെ അവർ മേഖലയിലെ നിരീക്ഷണങ്ങളും മനുഷ്യാവകാശ സംരക്ഷണ പ്രവർത്തനങ്ങളിലും പ്രവർത്തിച്ചു. സ്ത്രീകളുടെ പങ്കാളിത്തം അത്ര തെളിഞ്ഞിരുന്നില്ല ആ സമയത്ത്, എന്നാൽ സോഫിയ അത് മാറ്റിമറിച്ചു. 2016 സോഫിയ ഖുറേഷി ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രം തിരുത്തി 40 അംഗങ്ങളടങ്ങിയ സൈനിക സംഘത്തെ നയിച്ച് ലഡേരമിത് ഗഴയമേ 18 എന്ന ബഹുരാഷ്ട്ര സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്തു. ഇത് ഇന്ത്യയിൽ നടന്നതിൽ ഏറ്റവും വലിയ വിദേശസേന ദേദവ ആയിരുന്നു. 18 രാജ്യങ്ങളുടെ സൈനികർ പങ്കെടുത്തത്. സമസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള സംഘങ്ങളെ നയിച്ച ഏക വനിത കമാൻഡർ സോഫിയ ആയിരുന്നു. 2025 മെയ് 7 പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പ്രസിദ്ധമായ ഇടപെടലാണ്. ഇതിന്റെ ഔദ്യോഗിക പത്രസമ്മേളനം നയിച്ചത് കേണൽ സോഫിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ചേർന്നാണ്. ഇന്ന് ഓപ്പറേഷൻ സിന്ദൂർ വാർത്തകളിൽ നമ്മളെല്ലാവരും അഭിമാനിക്കുന്നു. പക്ഷേ അതിലുമുപരി ഈ രാജ്യത്തിനുവേണ്ടി ഒരുപാട് നാളുകളായി നിശബ്ദമായി ജോലി ചെയ്യുന്ന ഇവരെ പോലെയുള്ള സൈനികരെക്കുറിച്ച് അറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.